നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. പടത്തിന്റെ ക്ലൈമാക്സ് ആണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സഭകളുടെയും അതുപോലെ തന്നെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഉറച്ചു നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെയും ആശങ്കകൾ, അത് ഉണ്ടാക്കുന്ന വോട്ട് സമാഹരണം, ഇവയൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി നിശ്ചയിക്കുന്ന നിർണായക ഘടകങ്ങളായിരിക്കും. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച, വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ കൊണ്ടുവരാൻ പോകുന്ന BJP സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതികൾ, ഇടതുപക്ഷ മുന്നണിയും BJPയും കേരളത്തിലെ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന സമീപനം, ഇതൊക്കെ ഈ അവസാന ലാപ്പിൽ സജീവ ചർച്ചാ വിഷയങ്ങളായി മാറിയിട്ടുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമം, അതിൻ്റെ ഭേദഗതി അല്ലെങ്കിൽ FCRA, അത് എന്തിനാണ് കേരളത്തിലെ ക്രൈസ്തവര് യേശുക്രിസ്തുവിന്റെ ക്രൂശാരോഹണം ഓർമ്മിക്കുന്ന ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ തന്നെ പാർലമെന്റിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് എന്ന് BJP സർക്കാർ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന സംശയം BJPക്കാർക്ക് പോലും ഇതുവരെ മാറിയിട്ടില്ല. അങ്ങേയറ്റം അനവസരത്തിലുള്ള ഒരു നിയമനിർമ്മാണ നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. FCRA നിയമം ഭേദഗതി ചെയ്യുന്നതിലൂടെ വേണമെങ്കിൽ ക്രൈസ്തവ സഭകളുടെയും അല്ലെങ്കിൽ വിദേശ സഹായം സ്വീകരിക്കുന്ന ഏജൻസികളുടെയും ആസ്തികൾ പോലും പിടിച്ചെടുക്കാമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതിയാണ് ഇപ്പോൾ പാർലമെന്റിന്റെ മുമ്പിലുള്ളത്. അതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം സഭകളുടെയും സംഘടനകളുടെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായി. അത് തൽക്കാലം ചർച്ച ചെയ്യുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ്. ആ നിയമം അല്ലെങ്കിൽ ആ ഭേദഗതി പിൻവലിക്കുമെന്ന് ഇതുവരെ BJP പറഞ്ഞിട്ടില്ല, സർക്കാർ പറഞ്ഞിട്ടില്ല. ഉചിതമായ സമയത്ത് അത് വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കും, പാസ്സാക്കും എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടായിരുന്നു ഈ സമയം ഈ ബില്ലിന്റെ അവതരണത്തിന് തിരഞ്ഞെടുത്തത്? BJPക്കാർക്ക് പോലും ആ സംശയം ഇപ്പോഴുമുണ്ട്. പക്ഷേ ഒന്ന് വ്യക്തമാണ്, തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ ഒരു നിയമം കാണിച്ച് അല്ലെങ്കിൽ ഇത് നടപ്പാക്കുമെന്ന് പറഞ്ഞ് ക്രൈസ്തവ സഭകളെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ഒരു വലിയ നീക്കമായിരുന്നു, ബുദ്ധിപൂർവമായ ഒരു നീക്കമായിരുന്നു അത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ക്രൈസ്തവ സഭകൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു. അവരുടെ പ്രതികരണം ഇത്ര ശക്തമാകുമെന്ന് ആരും കരുതിയില്ല. നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ടെന്ന് ഭാരതീയ മെത്രാൻ സംഘം, കത്തോലിക്ക മെത്രാന്മാരുടെ സംഘടന വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയുണ്ടായി. അതോടെയാണ് ക്രൈസ്തവ വോട്ടുകൾ അകന്നുപോകും എന്ന ആശങ്കയെ തുടർന്ന് ഈ ബില്ലിന്റെ പരിഗണന പാർലമെന്റിൽ നീട്ടിവെച്ചത്. ഭാരതത്തിലെ ക്രൈസ്തവര് ഇതുപോലെ ആശങ്കപ്പെട്ട ഒരു നിയമനിർമ്മാണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ക്രൈസ്തവ സഭകൾക്കെതിരായിട്ട് ഇതുപോലെ ഒരു നീക്കം ആദ്യമായിട്ടാണ്. ഉത്തരേന്ത്യയിൽ പലപ്പോഴും ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അടുത്ത കാലത്ത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അതിന് ആക്കം കൂടിയിട്ടുള്ള എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പേരിൽ പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവര് ബുദ്ധിമുട്ടിലാകുന്നുണ്ട്. അതുപോലെ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. വൈദികരെ, പാസ്റ്റർമാരെ ആക്രമിക്കുകയും ഇല്ലാത്ത കേസുകളുടെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളമായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വൈദികർക്ക് അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്ക് അവരുടെ വസ്ത്രം, ഔദ്യോഗിക സഭാവസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പോലും അനുവദിക്കാത്ത അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകൾക്കെതിരെ ഉണ്ടായ നടപടി, അവരുടെ അറസ്റ്റ്, അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള വിവാദം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററെ ബലം പ്രയോഗിച്ച് ചാണകം തീറ്റിച്ച അനുഭവം പോലും ഉണ്ടായി. ധാരാളം പേര് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആരാധനകള്, പ്രാർത്ഥനകള് അലങ്കോലപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെയൊക്കെ വേണമെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് പറയാം. അതിന് സർക്കാരിൻ്റെയോ മറ്റോ അനുമതിയോ അല്ലെങ്കിൽ പിന്തുണയോ ഉണ്ടെന്ന് പറയാനും പറ്റില്ല. പക്ഷെ ഇവിടെ കേന്ദ്ര സർക്കാർ തന്നെയാണ് സ്വന്തം നിലനിൽപ്പിനെ പോലും ബാധിക്കുന്നുവെന്ന് ക്രൈസ്തവർ ആശങ്കപ്പെടുന്ന ഈ നിയമനിർമ്മാണവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ FCRA ഭേദഗതി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈസ്തവർക്കെതിരെ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താവുന്നതല്ല. അതിനേക്കാൾ എത്രയോ വലുതാണ്. അതുക്കും മേലെയുള്ളതാണത്. അത് വളരെ സംഘടിതമാണ്. ഇത് നടപ്പാക്കി ഇന്ത്യയിലെ ക്രൈസ്തവരെ വരുതിയിൽ കൊണ്ടുവരാനുള്ള മോദി സർക്കാരിന്റെ അല്ലെങ്കിൽ BJPയുടെ സംഘപരിവാരത്തിന്റെ വളരെ വിപുലവും വിശാലവുമായ ഒരു അജണ്ടയുടെ ഭാഗമാണിത്. ഇതിന്റെ പിന്നിലെ മനോഭാവം വളരെ വ്യക്തമാണ്. പണ്ടൊരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ ഒരു പ്രധാന പത്രത്തിന്റെ പത്രാധിപര് തിരുവനന്തപുരത്ത് തെരുവിലൂടെ ഈവനിങ് വാക്കിന് പോവുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ലേഖകനും കൂടെയുണ്ട്. അപ്പോൾ അവിടെയുള്ള പുതിയ പുതിയ കെട്ടിടങ്ങള്, സ്ഥാപനങ്ങള്, അതൊക്കെ ചൂണ്ടിക്കാട്ടി പത്രാധിപര് ചോദിക്കുന്നു, ഇതൊക്കെ ആരുടേതാണ്? അപ്പോൾ ലേഖകൻ മറുപടി പറയുന്നു, അവയൊക്കെ മധ്യ ആസ്ഥാനമായ ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ബ്രാഞ്ചുകളും അവരുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമൊക്കെയാണ്.
ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ആസ്തികൾ. അപ്പോൾ പത്രാധിപർ പറഞ്ഞത്രേ, എന്നാൽ പിന്നെ നാളെ നമുക്ക് അവർക്കെതിരായിട്ട് ഒരു പരമ്പര അങ്ങ് ആരംഭിക്കാമെന്ന്. ഈ ഒരു മനോഭാവമാണോ ഈ FCRA ഭേദഗതിയുടെ പിന്നിലുള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് പല ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾക്ക് വൻതോതിലുള്ള ആസ്തികളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതൊക്കെ അവരുടെ ദേവാലയങ്ങൾ, ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, ഹൈസ്കൂളുകൾ, സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ, മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സെമിനാരികൾ, കാരുണ്യ ഭവനുകൾ, പാലിയേറ്റീവ് കെയർ സെന്ററുകൾ എന്നിവയൊക്കെയാണ്. ഇത് കാണുമ്പോൾ പലരുടെയും കണ്ണ് മഞ്ഞളിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. ഇന്ത്യയിൽ 2.25% മാത്രമുള്ള ക്രൈസ്തവർക്ക് ഇത്രയും ആസ്തികളോ സ്വത്തുക്കളോ, അങ്ങനെ സംശയിക്കുന്ന പല ആളുകളുമുണ്ട്. ഇതിൻ്റെയൊക്കെ സോഴ്സിനെ പറ്റി, ഉറവിടത്തെക്കുറിച്ച് സന്ദേഹത്തോടുകൂടി സംസാരിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം വിദേശ സഹായം കൊണ്ട് കെട്ടിപ്പടുത്തതാണെന്ന് വിചാരിക്കുന്നവർ വേറെയുമുണ്ട്. ഇതൊന്നും വിദേശ സഹായം കൊണ്ട് മാത്രം ഉണ്ടാക്കിയതല്ല. അതിനൊക്കെ വിദേശ സഹായം ലഭിച്ചിട്ടുണ്ട്, അത് യാതൊരു സംശയവുമില്ല. പക്ഷെ ഇത് സാധാരണ സഭാംഗങ്ങളുടെ പിടിയരിയും മാസവരിയും വിധവയുടെ ചില്ലിക്കാശുമടക്കമുള്ള സംഭാവന കൊണ്ട് കെട്ടിപ്പൊക്കിയതാണ്. ഈ സ്ഥാപനങ്ങളിൽ പള്ളിയോ സെമിനാരികളോ ഒഴിച്ചുള്ള മറ്റ് സ്ഥാപനങ്ങൾ എല്ലാം, ആശുപത്രികൾ, കോളേജുകൾ, സ്കൂളുകൾ, ഇതെല്ലാം പൊതുസ്ഥാപനങ്ങളാണ്. ക്രൈസ്തവർക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്തിട്ടുള്ളതല്ല, സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും പ്രവേശനം ലഭിക്കുന്ന ഇടങ്ങളാണ്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ രംഗത്തുണ്ടായ വലിയ നേട്ടം, അതിൻ്റെ ഒരു പ്രധാന പങ്ക് പലപ്പോഴും വിദേശ സഹായത്തോടു കൂടി തന്നെ ആരംഭിച്ച സ്ഥാപനങ്ങളുടെ ഫലമായിട്ട്, അതിൻ്റെ സ്ഥാപനം മൂലം ഉണ്ടായിട്ടുള്ളതാണ്. ഇതിനൊക്കെയുള്ള പണം എവിടുന്നോ കട്ടുകൊണ്ട് വന്നതാണോ എന്ന് പോലും ചോദിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സുരേഷ് ഗോപി ചോദിച്ചത്, കള്ളന്മാരല്ലാത്തവർ എന്തിനാണ് ഈ FCRAയുടെ പേരിൽ ആശങ്കപ്പെടുന്നത് എന്ന്. അതിൻ്റെയൊക്കെ പിന്നിലെ മനോഭാവം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഈ സ്വത്തുക്കളും ആസ്തികളും ഒക്കെ പിടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഈ FCRA ഭേദഗതിയെ ക്രൈസ്തവ സഭ നേതാക്കൾ കാണുന്നത്. നേരത്തെ തന്നെ ഈ നിയമത്തിൽ ധാരാളം ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് പല സ്ഥാപനങ്ങളുടെയും സഭകളുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ഒക്കെ FCRA അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. കേരള കത്തോലിക്ക മെത്രാൻ സംഘത്തിന്റെ 3ഓളം അക്കൗണ്ടുകൾ കർദിനാൾ ജോർജ് ആലഞ്ചേരി ആ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ റദ്ദാക്കുകയുണ്ടായി. അദ്ദേഹം ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായി എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത്. അദ്ദേഹം മാറി വേറെ പ്രസിഡന്റുമാർ വന്നു. അവരാരും ഏതെങ്കിലും കേസിൽപ്പെട്ടവരായിരുന്നില്ല. എന്നിട്ട് പോലും ആ അക്കൗണ്ടുകൾ പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. പുതിയ ഭേദഗതി നിയമം അനുസരിച്ച് ഒരു FCRA അക്കൗണ്ട് റദ്ദാക്കുകയോ അല്ലെങ്കിൽ റദ്ദാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥർ അത് പുതുക്കാതിരിക്കുകയോ ചെയ്താൽ, നേരത്തെ FCRA വഴി വന്നിട്ടുള്ള സാമ്പത്തിക സഹായം കൊണ്ട് ആ സ്ഥാപനങ്ങൾ എന്തെങ്കിലും ആസ്തികൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ, വസ്തുവകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമികളെ, കെട്ടിടങ്ങളെ മുതലായവ, അവയെല്ലാം പിടിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്നതാണ് ഈ ബില്ല്. 2 ഘടകങ്ങളാണ് ഈ ഭേദഗതിയിലുള്ളത്. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട FCRA അക്കൗണ്ട് സർക്കാർ റദ്ദാക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാൽ റദ്ദാവുന്നു, അല്ലെങ്കിൽ അത് പുതുക്കാതിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ വിദേശ സഹായം ഉപയോഗിച്ച് ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ അക്കൗണ്ടിന്റെ ഉടമസ്ഥർ എന്തെങ്കിലും സ്വത്തുകൾ ആർജിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിടിച്ചെടുക്കാം. അതാണ് ഈ നിയമത്തിലെ ഏറ്റവും കിരാതമായ ഒരു വശം, ഏറ്റവും അപകടകരമായ ഒന്ന്. അതോർത്താണ് ക്രൈസ്തവ സഭാ നേതൃത്വം ഇപ്പോൾ വലിയ തോതിൽ ആശങ്കപ്പെടുന്നത്. കഴിഞ്ഞ തവണ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയും, ക്രൈസ്തവരുടെ ആശങ്ക ദൂരീകരിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഉറപ്പുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് എല്ലാവരും കരുതിയിരുന്നതാണ്, കാത്തിരുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. FCRAയുടെ പേരിൽ, ആ ഭേദഗതി നിയമത്തിന്റെ പേരിൽ LDFും UDFും കോൺഗ്രസും CPMും ജനങ്ങൾക്കിടയിൽ, ക്രൈസ്തവർക്കിടയിൽ ആശങ്ക പരത്താൻ ബോധപൂർവം ശ്രമിക്കുകയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ആ ഭേദഗതി ബില്ലിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമെന്നോ അത് പിൻവലിക്കുമെന്നോ അങ്ങനെയുള്ള യാതൊരു ഉറപ്പുകളും നൽകാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് മധ്യ കേരളത്തിലും ദക്ഷിണ കേരളത്തിലും ഈ വിഷയം, FCRA ഭേദഗതി നിയമം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. അതുപോലെയാണ് ശബരിമല സ്വർണ്ണ കവർച്ച. അത് ഇന്ന് പ്രചാരണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട്, ഫോക്കൽ പോയിന്റായിട്ട് മാറിയിരിക്കുകയാണ്. അത് രാഹുൽ ഗാന്ധി തന്നെയാണ് അതിനെ ഒരു കേന്ദ്ര വിഷയമാക്കി മാറ്റിയത്. അദ്ദേഹം സ്വർണം കട്ടവൻ ആരപ്പ എന്ന വളരെ പ്രസിദ്ധമായ പാരഡി ഗാനം പാടിക്കൊണ്ടാണ് ആദ്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്.
ശബരിമലയിലെ സ്വർണം എവിടെ പോയി? അതിന്റെ അന്വേഷണം എവിടെ എത്തി? എന്തുകൊണ്ടാണ് മോദി ഇതിനെക്കുറിച്ച് ഒരു വാക്കും പറയാത്തത്? മോദി ആദ്യത്തെ തവണ ഇവിടെ വന്നപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. അതോടെ ഒരു പുതിയ ചർച്ചാ വിഷയമായിട്ട് ശബരിമല സ്വർണ്ണ കവർച്ച കേസ് മാറുകയാണ് ഉണ്ടായത്. അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി വളരെ വിശേഷപ്പെട്ട ഒരു വിശദീകരണമാണ് ഈ വിഷയത്തിന് നൽകിയത്. LDFന്റെ കാലത്താണ് സ്വർണ്ണ കവർച്ച സംഭവിച്ചത്. പക്ഷേ അതിന്റെ ചരട് വലിച്ചത് കോൺഗ്രസ് നേതാക്കളാണ്, പ്രധാന കോൺഗ്രസ് നേതാക്കളാണെന്ന്. എന്ത് യുക്തിയാണ് അദ്ദേഹം പറഞ്ഞതിലുള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു സാധാരണ രാഷ്ട്രീയ നേതാവുമല്ല. ഇന്ത്യയിലെ ഇന്റലിജൻസ് ബ്യൂറോ, റോ തുടങ്ങിയ രഹസ്യ അന്വേഷണ ഏജൻസികളുടെ എല്ലാം നിയന്ത്രണം കയ്യിൽ വെച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചതെന്ന്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല. അത് ഒരു കാര്യം കൂടെ പറഞ്ഞു, BJP അല്ലെങ്കിൽ NDA അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതേപ്പറ്റി വലിയ അന്വേഷണം നടക്കും, ഇതിന്റെ പ്രതികളെ മുഴുവൻ നിയമത്തിന്റെ നിഴലിൽ കൊണ്ടുവരും. ഏതായാലും അതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടവനാരപ്പ എന്ന പാട്ട് ഏതാണ്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് കേട്ടതുപോലെ ഉച്ചത്തില് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വോട്ടർമാരത് സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇതുവരെ CPM പിടിച്ചു നിന്നിരുന്നത് ഏതാണ്ട് ഈ കേസിൽ സോണിയാഗാന്ധിക്കോ മറ്റു കോൺഗ്രസ് നേതാക്കൾക്കോ എന്തോ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ നുണ കൊണ്ട് വീർപ്പിച്ചു നിർത്തിയിരുന്ന ബലൂണ് ഒരു മുട്ടുസൂചി കൊണ്ട് നമ്മുടെ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ അതങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. അതായത് അദ്ദേഹം പറഞ്ഞു സോണിയാഗാന്ധിക്ക് ഈ ഏർപ്പാടുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അദ്ദേഹം കരുതുന്നില്ല എന്ന്. സോണിയാഗാന്ധിയെ കൂടി അല്ലെങ്കിൽ ചില കോൺഗ്രസ് നേതാക്കളെ കൂടി ഈ കേസിൽ പെടുത്തി എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തി ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനാണ് ഇതുവരെ CPM ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ശ്രമം അല്ലെങ്കിൽ ആ വഴിക്കുള്ള നീക്കം MA ബേബി സഖാവ് തന്നെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. പള്ളിക്കും വിശ്വാസങ്ങൾക്കും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രാധാന്യം കിട്ടുന്നത് മനസ്സിലാക്കിക്കൊണ്ടാവണം അരൂരിലെ CPMന്റെ സ്ഥാനാർത്ഥി ശ്രീമതി ദലീമ അവരൊരു ഉഗ്രൻ പ്രസ്താവന കഴിഞ്ഞ ദിവസം അങ്ങ് നടത്തുകയുണ്ടായി. അതായത് പിണറായി വിജയനെ കാണുമ്പോൾ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കാണുമ്പോൾ ദലീമയ്ക്ക് ഓർമ്മ വരുന്നത് പോപ്പിനെയാണെന്ന്. ഗായികയായ ദലീമയ്ക്ക് ഇത് പറയാമെങ്കിൽ എഴുത്തുകാരനും സാഹിത്യ അക്കാദമിയുടെ ഉപാധ്യക്ഷനുമായ അശോകൻ ചെരുവിൽ ഒരു പടി കൂടി അങ്ങ് മുന്നോട്ട് കടന്നു. തലശ്ശേരിയിലെ CPM സ്ഥാനാർത്ഥിയായ കാരായി രാജനെ കണ്ടാൽ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് യേശു ക്രിസ്തുവിനെയാണെന്ന്. CPM അംഗമായിരുന്ന ഫസൽ എന്ന ചെറുപ്പക്കാരൻ അയാളെ NDFൽ ചേർന്നതിന്റെ പേരില് ക്രൂരമായിട്ട് കൊന്ന കേസിലെ പ്രതിയാണ് നമ്മുടെ ഈ കാരായി രാജൻ. കുറെ കാലം ജയിലിൽ കിടന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് അശോകൻ ചെരുവിൽ പറയുന്നത് കാരായി രാജനെ കാണുമ്പം യേശു ക്രിസ്തുവിനെ ഓർമ്മ വരുന്നുവെന്ന്. യേശു ക്രിസ്തുവിന്റെ നിർമ്മലമായ മുഖം പോലെയാണ് കാരായി രാജന്റെ മുഖമെന്ന്. ഇതിൽ പര അവമാനം കേരളത്തിലെ ക്രൈസ്തവർക്ക് എന്താണ് ഉണ്ടാകാനുള്ളത്? യേശു ക്രിസ്തുവിന്റെ നഗരത്തിലേക്കുള്ള എഴുന്നള്ളിപ്പിനെ ഓർമ്മിപ്പിക്കുന്ന ഓശാന പെരുന്നാള്, അതിനുശേഷം യേശു ക്രിസ്തുവിന്റെ തിരുവത്താഴം സ്ഥാപിതമായ പെസഹ വ്യാഴാഴ്ച, കുരിശിന്റെ വഴി ഓർമ്മിപ്പിക്കുന്ന ദുഃഖവെള്ളിയാഴ്ച, അതിനൊക്കെ ശേഷം യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സന്തോഷിച്ചിരിക്കുന്ന ക്രൈസ്തവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ രണ്ട് സുപ്രധാനങ്ങളായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയനെ കണ്ടാൽ മാർപ്പാപ്പയെ പോലെ തോന്നും, കാരായി രാജനെ കണ്ടാൽ യേശു ക്രിസ്തുവിനെ പോലെ തോന്നും എന്ന്. ഇതോടെ ക്രൈസ്തവരുടെ നെഞ്ചു തകർന്നു. യേശു ക്രിസ്തു വീണ്ടും കുരിശിലായി, പിണറായി വിജയൻ മാർപ്പാപ്പയായി, കാരായി രാജനെ യേശു ക്രിസ്തുവാക്കി. യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവ ആഴ്ചയിലാണ് ഇതൊക്കെ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാക്സ് ആരെ ആരോട് ഉപമിക്കും എന്ന് അറിയാനാണ്.